വോയിസ് ഓഫ് ദ ചർച്ച് എന്ന ഈ ഷാലോം പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മോടൊത്തുള്ള വിശിഷ്ട അതിഥി ഇടുക്കി രൂപതയുടെ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ്. 2018 മുതൽ ഇടുക്കി രൂപതയെ നയിക്കുന്ന അഭിവന്ദ്യ പിതാവിൻ്റെ സാമൂഹ്യ ദർശനങ്ങളും സഭാ ദർശനങ്ങളുമൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന വിശിഷ്ടമായ ഈ പ്രോഗ്രാമിലേക്ക് അഭിവന്ദ്യ പിതാവെ അങ്ങയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമുക്കറിയാമല്ലോ, ഇടുക്കി രൂപത അതിലെ ഭൂപ്രദേശങ്ങളിൽ വസിക്കുന്ന ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കുടിയേറിയവരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ സംസ്കാരവും ജനങ്ങളുടെ ജീവിത രീതികളും എല്ലാം വളരെ വ്യത്യസ്തങ്ങളാണ്. പിതാവ്, ഈ പല കാലഘട്ടങ്ങളിലായിട്ട് ഇങ്ങോട്ട് കുടിയേറിയ ഇടുക്കി രൂപതയുടെ ആകുന്ന ഈ ഭൂപ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളുടെ സാമൂഹ്യ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളൊന്ന് വിവരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തുടങ്ങാം. പ്രധാനമായിട്ടും 1950കളിലാണ് ഇടുക്കി മേഖലയിലേക്ക് ആളുകൾ കുടിയേറാനായിട്ട് തുടങ്ങിയത്. അത് സർക്കാരിൻ്റെ ഗ്രോ മോർ ഫുഡ് ആ പദ്ധതി പ്രകാരം ഇടുക്കിയുടെ ചില പ്രദേശങ്ങളിലേക്ക് ആളുകളെ കുടിയേറുവാനായിട്ട് പ്രോത്സാഹനം നൽകി. അതുപോലെ തന്നെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ആളുകൾ വനം വെട്ടിത്തെളിച്ച് ഇവിടെ എത്തുകയുണ്ടായി. പ്രധാനമായിട്ടും മധ്യ തിരുവിതാംകൂറിലെ ജനവിഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കോട്ടയം ജില്ലക്കാരാണ്. അതുപോലെ തൊടുപുഴ, അങ്കമാലി, കോതമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. യാതൊരു സംവിധാനങ്ങളും ഇല്ലാത്ത വളരെ ദുരിതപൂർണമായ കാലഘട്ടങ്ങളായിരുന്നു. പക്ഷേ വലിയ വിശ്വാസത്തിൽ ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അവരിങ്ങോട്ട് കയറി വന്നപ്പോൾ അവരുടെ ഈശോയുടെ രൂപമുണ്ടായിരുന്നു, തിരുക്കുടുംബത്തിൻ്റെ രൂപമുണ്ടായിരുന്നു, തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ടായിരുന്നു. അത് വെച്ച് പ്രാർത്ഥിച്ചാണ് അവർ ഈ പ്രദേശത്തെ അവർ അന്ന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ അതിജീവിച്ചത്. ഹൈറേഞ്ച് പ്രദേശത്തേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കുടിയേറിയ ആളുകളിൽ മഹാഭൂരിപക്ഷവും ക്രൈസ്തവരായിരുന്നു. അതിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ സുറിയാനി കത്തോലിക്കരാണ്. അത് പ്രത്യേകിച്ച് ഈ അവർ കടന്നു വന്ന പ്രദേശങ്ങളുടെ പ്രത്യേകതയാണ്. എന്നാൽ നെടുങ്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ മറ്റ് മതസ്ഥരായ ആളുകൾ ധാരാളം എത്തി. അതുപോലെ തന്നെ രാജാക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ മറ്റ് മതസ്ഥരായ ആളുകൾ എത്തി. പക്ഷേ ഭൂരിഭാഗം പേരും, പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഭൂപ്രദേശത്ത് അധിവസിക്കുന്ന ആളുകൾ ഭൂരിഭാഗം പേരും ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ്. അവരുടെ പ്രത്യേകത, അവർ വളരെ കഠിനാധ്വാനികളായിരുന്നു. അതുപോലെ തന്നെ നല്ല ധീരതയുള്ള ആളുകളായിരുന്നു. ഈ കഠിനാധ്വാനവും ധീരതയും വിശ്വാസത്തോട് ചേർത്ത് വെച്ച് അവർ ജീവിച്ചപ്പോൾ ഇവിടെയുള്ള വനമായിരുന്ന സ്ഥലങ്ങളിൽ വിയർപ്പൊഴുക്കി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ക്രമേണ വൈദികർ ഇവിടെ എത്തി അവരുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് തുടങ്ങി. ഈ വൈദികർ എത്തുന്നത് പ്രധാനമായിട്ടും 2 തലത്തിൽ നിന്നാണ്. ഒന്ന് കോതമംഗലം ഭാഗത്തു നിന്നും, 2 ശൗര്യാർ പുൽപ്പറമ്പിലച്ഛൻ CMI അച്ഛനാണ്. അച്ഛൻ ഇടുക്കിയുടെ കിഴക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് വണ്ടൻമേട്, നെടുങ്കണ്ടം ആ പ്രദേശങ്ങളിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തു. സക്രിയാസ് പിട്ടാപ്പിള്ളച്ചൻ അച്ഛൻ കൂമ്പമ്പാറ കേന്ദ്രമാക്കി ഇതിൻ്റെ വടക്ക് ഭാഗത്ത് പ്രധാനമായിട്ടും ശുശ്രൂഷ ചെയ്തു. ഇവരൊക്കെ ഏതെങ്കിലും ഒരു ഇടവക അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ വന്നതാണോ, അതോ അവരൊരു ഈ പ്രദേശത്ത് ആളുകളുണ്ട് അവരെ ശുശ്രൂഷിക്കുക അങ്ങനെ ഒരു രീതിയിൽ വന്നതാണോ? സക്രിയാസ് അച്ഛൻ വന്നത് ഇടവക കേന്ദ്രീകൃതമാക്കിയാണ്, കുമ്പമ്പാറ ഇടവക കേന്ദ്രീകൃതമാക്കിയാണ് സക്രിയാസ് അച്ഛൻ വന്നിട്ടുള്ളത്. എന്നാൽ ശൗര്യാർ പുൽപ്പറമ്പ് വെച്ച് അങ്ങനെ ഇടവക കേന്ദ്രീകരിച്ചല്ല. അച്ഛനിങ്ങനെ പുതിയ ആളുകൾ സെറ്റിൽ ചെയ്ത സ്ഥലങ്ങളിൽ പള്ളികൾ തുടങ്ങുവാൻ വേണ്ടി, അവരുടെ ഔദാശികമായ കാര്യം നിർവഹിക്കാൻ വേണ്ടി അച്ഛൻ എത്തിച്ചേർന്നതാണ്. 2 പേരും ഒരു മിഷണറിമാരെ പോലെയാണ് അവരുടെ പ്രവർത്തനം നടത്തിയത്. അവർ പല സ്ഥലങ്ങളിൽ പോയി ആളുകളെ കണ്ടു, അവിടെ ചെറിയ ഷെഡുണ്ടാക്കി കുർബാന അർപ്പിച്ചു. അങ്ങനെയാണ് ഈ ഹൈറേഞ്ചിലെ സഭയുടെ
ആരംഭം അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും സഭ ഹൈറേഞ്ചിൽ രൂപപ്പെട്ടത് ഇങ്ങനെയുള്ള കഠിനാധ്വാനികളായ അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള വൈദികർ. എനിക്ക് തോന്നുന്നു അന്ന് അവർ ഈ പ്രദേശങ്ങളിലെല്ലാം നടന്നാണ് വരുന്നത്, ദീർഘദൂരം നടന്ന് അങ്ങനെ വന്നാണ് ഹൈറേഞ്ചിൽ സഭയുടെ സാന്നിധ്യമുണ്ടായത്. പിതാവിൻ്റെ വീടും എനിക്ക് തോന്നുന്നു അങ്ങനെ കുടിയേറിയ ഒരു വീടാണോ? ആദ്യകാലങ്ങളിൽ കുടിയേറിയ ഒരു വീടാണോ പിതാവിൻ്റെ വീട്? എൻ്റെ ഭവനം ആദ്യകാലങ്ങളിൽ കുടിയേറിയ ഒരു കുടുംബത്തിൽ നിന്നല്ല. എൻ്റെ പിതാവ് 1960കളിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുമായി ഇടുക്കി പ്രദേശത്ത് വരികയും ഇവിടെ അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിലെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും ചെയ്തു. പിന്നീട് എൻ്റെ പിതാവ് തിരിച്ച് ജന്മനാടായ കടപ്ലാമറ്റത്തേക്ക് തിരിച്ചു പോയി. പിന്നീട് അദ്ദേഹം ഇവിടെ വരുന്നത് 1972ലാണ്. 72 വരുന്നത് സ്ഥലം വാങ്ങിയാണ് വരുന്നത്. അങ്ങനെ ഇടുക്കിയിലെ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 1972 വരികയും 2 വർഷക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആദ്യകാല കുടിയേറ്റക്കാരിൽ എൻ്റെ കുടുംബാംഗങ്ങൾ യഥാർത്ഥത്തിൽ പെടുന്നില്ല. ഒരു 2ാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. എനിക്ക് തോന്നുന്നു എങ്കിലും പിതാവ് ഈ ആദ്യകാല കുടിയേറ്റ മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള വേദനകളിലൂടെയും പിതാവിൻ്റെ ചെറുപ്പത്തിൽ പിതാവ് കടന്നു പോയിട്ടുണ്ട്. അന്നത്തെ അപര്യാപ്തതകളൊക്കെ പിതാവ് ചെറുപ്പം മുതലേ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ജനിക്കുന്നത് 1973ലാണ്. ഇന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, അന്ന് നമ്മുടെ കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തത അനുഭവിക്കുന്നത് നമ്മൾ ഇടുക്കിയിൽ നിന്ന് ഇറങ്ങി തൊടുപുഴയിലോ അല്ലെങ്കിൽ പാലായിലോ ഒക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് വ്യത്യസ്തമായ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ബാക്കി നമ്മുടെ ചുറ്റുപാടുകളെല്ലാം വളരെ സ്വാഭാവികമാണ്. കാടുണ്ട്, അതുപോലെ തന്നെ പെരുമഴയാണ്, വീടുകളിലൊന്നും കാര്യമായ സൗകര്യങ്ങളില്ല, വഴി വളരെ കുറവാണ്, വാഹനങ്ങൾ. ഇപ്പോൾ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വല്ലപ്പോഴുമാണ് ഒരു ജീപ്പ് നമ്മൾ കാണുന്നത്. അത് തന്നെ വലിയൊരു കൗതുകമാണ്, ആളുകൾക്കും അതെ കുട്ടികൾക്കും അതെ. അതുപോലെ തന്നെ കറണ്ടില്ലാത്ത അവസ്ഥ. ചികിത്സിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടി ആൾ പോകണം. അപ്പോൾ പള്ളികളൊക്കെ ആണെങ്കിൽ ഓലമേഞ്ഞ ഷെഡുകളും അതുപോലെ തന്നെ കഷ്ടിച്ച് വളർന്നു വരുന്ന സംവിധാനങ്ങളുമാണ്. അതുപോലെ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നത് ഒരു പള്ളിയോട് ചേർന്നുള്ള അംഗീകാരമില്ലാത്ത ഒരു കൊച്ചു സ്കൂളാണ്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയായിരുന്നു. എൻ്റെ ഇടവകയിൽ മാത്രം ചെറിയ UP സ്കൂൾ അംഗീകാരമുള്ള സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈറേഞ്ചിൻ്റെ ആദ്യകാലത്തെ പിന്നെ ആളുകളെല്ലാം ആദ്യകാലത്ത് കയറിയ ആളുകളെല്ലാം അന്ന് വളരെ സജീവമായി രംഗത്തുള്ള അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ പണിസ്ഥലത്തും അതുപോലെ തന്നെ പള്ളിയിലും മറ്റു വേദികളെല്ലാം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഹൈറേഞ്ചിൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ലെങ്കിലും ഏകദേശം നല്ല ഓർമ്മയും അറിവും എനിക്കുണ്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, പിതാവ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ആദ്യകാലങ്ങളിൽ ഹൈറേഞ്ചിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ പിതാവ് പറഞ്ഞ ആ വാക്കാണ്. എല്ലാവരും സ്നേഹിച്ച് പരസ്പരം പങ്കുവെച്ച് അങ്ങനെയാണ് ഒരു സംസ്കാരം രൂപപ്പെടുന്നത്. എനിക്കൊന്ന് പിതാവ് അവിടെ ഒരു വ്യത്യസ്ത മതങ്ങളിലുള്ളവർ ഇവിടെ വന്നപ്പോഴും ഈ ഒരു സാഹോദര്യം ഈ ഹൈറേഞ്ചിൻ്റെ മനുഷ്യജീവിതങ്ങളിൽ വളരെ പ്രകടമായിരുന്നു. തീർച്ചയായും ഹൈറേഞ്ചിൻ്റെ വലിയ പ്രത്യേകത അന്നത്തെ കാലത്ത് വളരെയധികമായിരുന്നു. ഇപ്പോഴും ഉള്ളത് മനുഷ്യർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ്. അതിന് ഒരു മതവ്യത്യാസമൊന്നും ആ കാലത്ത് ആളുകൾക്ക് തോന്നിയിരുന്നില്ല. ഈ വൈദികരുടെ ഒരു സ്നേഹപൂർവകമായ ഒരു സാന്നിധ്യവും നേതൃത്വവും എല്ലാവർക്കും താല്പര്യമായിരുന്നു. വലിയ ബന്ധങ്ങൾ മതങ്ങൾ തമ്മിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും അന്ന് 2 മതങ്ങളാണ് ഹൈറേഞ്ച് പ്രദേശത്ത് കൂടുതലുണ്ടായിരുന്നത്. അവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണ്, സാഹോദര്യത്തിലാണ് പോയത്. ആളുകൾ തമ്മിൽ ആ സാഹോദര്യ ബന്ധമുണ്ടായിരുന്നു. പരസ്പരം സഹായിക്കുന്ന കാര്യത്തിൽ, പണിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഒത്തുചേർന്ന് റോഡ് വെട്ടുന്നതിലും മറ്റേ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരുന്നതിലും. ഈ ഹൈറേഞ്ചിലെ നമ്മളൊരു കാലഘട്ടം, കേരളത്തിലെ കാലഘട്ടം നോക്കുമ്പോൾ ഒരു ദീർഘമായ ഒരു കാലയളവായില്ല ഇവിടെ ആളുകൾ എത്തിയിട്ട്. ഒരു 75 വർഷങ്ങളുടെ ഒരു കാലയളവാണ് ഒരു പ്രധാനപ്പെട്ട കാലയളവായിട്ട് നമുക്ക് കരുതാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇന്നും മധ്യവയസ്കരായവരുടെയും അതുപോലെ തന്നെ അതിൽ കുറച്ചുകൂടെ പ്രായമുള്ള ആളുകളുടെയും എല്ലാവരുടെയും മനസ്സിൽ ആ ആളുകളിലെ ഇല്ലായ്മയുടെ കാലങ്ങളിലെ നന്മയുടെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ വൈദികരെ, ജാതിമത ഭേദമന്യേ അവർ ഈ വൈദികരെ ആ പ്രദേശത്തിൻ്റെ നേതാവായിട്ട് അന്ന് സ്വീകരിച്ചു എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. പല അച്ഛന്മാരുടെയും കഥകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെല്ലാം ആ പ്രദേശത്തെ
അവസാന വാക്കായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളാണ് ആളുകൾ അവസാന തീരുമാനമായിട്ട് എടുത്തത്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നെടുങ്കണ്ടം പ്രദേശത്ത് ജോസഫ് കക്കുഴിയച്ചൻ വളരെയധികം വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 16ഓളം വർഷങ്ങൾ അദ്ദേഹം അവിടെ വികാരിയായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് വികാരിയാകുന്നതാണ്. വളരെ ചെറുപ്പമായിട്ട് അവിടെ വന്ന വ്യക്തിയാണ്. ആ പ്രദേശത്തിൻ്റെ എല്ലാവിധ വളർച്ചയുടെയും ഒരു വലിയ അടിസ്ഥാനമിട്ടത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ്. ഇന്നും പ്രായമായ ആളുകളെല്ലാം അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നുണ്ട്. അതാ ഒരു വ്യക്തി മാത്രമല്ല, ഇടുക്കി രൂപതയുടെ പ്രദേശങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഇപ്രകാരമുള്ള ഒരു വൈദിക നേതൃത്വവും വൈദികരോടുള്ള ബന്ധവും ഇപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു നേതൃത്വമാണ് അത് പള്ളി പണിയാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു വഴി പണിയാനും പാലം പണിയാനും അതുപോലെ തന്നെ കാട് വെട്ടാനും ഒക്കെ നേതൃത്വം കൊടുക്കുന്നതിൽ ഈ വൈദികർക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പള്ളി പണിതു. പള്ളിയല്ല ആദ്യം പണിതത്, എല്ലായിടത്തും ഒരു ഷെഡാണ് ആദ്യം വെച്ചത്. ആ ഷെഡ് വെച്ച് കുർബാന ചൊല്ലിയുന്ന സമയത്ത് തന്നെ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുവാനാണ് കൂടുതൽ വൈദികരെ ശ്രദ്ധിച്ചത്. ഹൈറേഞ്ച് കാണുന്ന എല്ലാ സ്കൂളുകളും ആ കാലഘട്ടത്തിലെ ആളുകളുടെ കഠിനാധ്വാനവും ഭാവിയെക്കുറിച്ചുള്ള അവബോധവും ദീർഘവീക്ഷണവും എല്ലാം പ്രകടമാക്കുന്നതാണ്. അതുപോലെ റോഡുകൾ വെട്ടി സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു. പല സ്ഥലത്തും പള്ളികളുടെ സ്ഥലങ്ങളാണ് സർക്കാർ ഓഫീസുകൾക്കായിട്ട് വിട്ടുകൊടുത്തിരുന്നത്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ വന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ താമസിക്കാൻ സ്ഥലമില്ല. അവർ താമസിച്ചിരുന്നത് അക്കാലത്തുണ്ടായിരുന്ന അത്യാവശ്യം സൗകര്യങ്ങളുള്ള പള്ളിമേടകളിലാണ് ഈ ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും താമസിച്ചിരുന്നത്. അതുപോലെ ടെലിഫോൺ വരുന്ന കാര്യത്തിൽ, വൈദ്യുതി വരുന്ന കാര്യത്തിൽ, മറ്റ് സംവിധാനങ്ങൾ വരുന്ന കാര്യത്തിലെല്ലാം ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഓർമ്മകളാണ് ഹൈറേഞ്ചിലെ സീനിയർ അച്ഛന്മാർക്കെല്ലാം ഉള്ളത്. തീർച്ചയായിട്ടും. ഇതിനോടൊപ്പം എനിക്ക് തോന്നുന്നു, നമുക്കറിയാം ഹൈറേഞ്ചിൽ ഉള്ള മനുഷ്യർ കർഷകരാണ്. അതൊരു 90% ആളുകളും കർഷകരാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെയാണ് ഹൈറേഞ്ചിലെ മനുഷ്യർ അല്പമൊക്കെ ബിസിനസ് രംഗത്തോ അല്ലെങ്കിൽ ജോലി തലങ്ങളിലോ ഒക്കെ, ബാക്കി ബഹുഭൂരിപക്ഷവും ആശ്രയിക്കുന്നത് കുഞ്ഞുനാൾ മുതൽ അവർ പഠിക്കുന്ന പണി കാർഷിക വൃത്തിയാണ്. പിതാവ്, എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഹൈറേഞ്ചിലെ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഈ കാർഷിക വൃത്തിയെ ഒരു ജീവസന്ധാരണ മാർഗമായിട്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വണ്ണം അവർ വിഷമിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതും. ധാരാളം പേരുടെ ജീവിതാനുഭവങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കുറേ അധികം പേരെങ്കിലും കൃഷി ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലുള്ള ആളുകളിൽ ഈ പ്രതിസന്ധിയെ പിതാവ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പിതാവ് ഒരു കർഷക പുത്രനാണല്ലോ. നമ്മൾ ഹൈറേഞ്ചിൻ്റെ കാർഷിക മേഖലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം, ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ കടന്നു വന്ന ആളുകൾ വരാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഇവിടെ നന്നായിട്ട് കുരുമുളക് വളരുമായിരുന്നു. അതുപോലെ തന്നെ ഏലത്തിൻ്റെ സാധ്യതകൾ ഉണ്ടായിരുന്നു. ഈ കുരുമുളക് കൃഷിയോടുള്ള വലിയൊരു അഭിനിവേശമാണ് ഹൈറേഞ്ചിലെ മനുഷ്യരെ എത്തിക്കുവാനുള്ള വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആളുകളുടെ വരുമാന മാർഗം പ്രധാനമായിട്ടും കുരുമുളകായിരുന്നു. എന്നാൽ 1988 89 കാലഘട്ടങ്ങളിൽ ഒക്കെ വന്ന കാലാവസ്ഥാ വ്യതിയാനം, പ്രത്യേകിച്ച് മഴയുടെ തോതിലുണ്ടായ വ്യത്യാസമെല്ലാം ഈ കുരുമുളക് കൃഷിയെ താഴോട്ട് അടിച്ചു. അതുപോലെ തന്നെ ഭൂമിയുടെ ശക്തി ആദ്യ ഉണ്ടായ രീതിയിൽ പിന്നീട് വിളകൾ ഉണ്ടാകാൻ തുടങ്ങിയില്ല, പലപ്പോഴും കേടുവരാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യരെ വലിയ നിരാശയിലേക്ക് ആണ്ടുപോയൊരു കാലഘട്ടമാണ് 90കളുടെ കാലഘട്ടം. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സ്കൂളുകളിലൊക്കെ ആദ്യ കാലഘട്ടത്തിൽ റിസൾട്ടൊക്കെ വളരെ കുറവായിരുന്നു. 10ാം ക്ലാസ്സൊക്കെ പാസ്സാകുന്ന കുട്ടികളുടെ ശതമാനമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ കുറേ മെച്ചമായിരുന്നു, മറ്റ് സ്കൂളുകളിലൊക്കെ വളരെ കുറവായിരുന്നു. കുറച്ച് ആളുകളൊക്കെ അവരുടെ പല ബന്ധു കണക്ഷനൊക്കെ വെച്ച് ബോംബെക്കും ഡൽഹിക്കും ഒക്കെ പോയി ബികോം ഒക്കെ പഠിച്ചു, അല്ലെങ്കിൽ തോറ്റു ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. അങ്ങനെ കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടു. ഭൂരിഭാഗം ആളുകളും ആധാരമാക്കിയത് ഇവിടെയുള്ള പാരലൽ കോളേജ് സംവിധാനങ്ങളെയാണ്. ഈ 90കളിലുണ്ടായ കൃഷിനാശവും കൃഷികളുടെ വിലക്കുറവും ഒക്കെ ഹൈറേഞ്ചിനെ വളരെയധികം പിന്നോട്ടടിച്ചു. ആ 90കൾ മുതൽ എനിക്ക് തോന്നുന്നത് 2000 വരെയുള്ളൊരു കാലഘട്ടം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുടെ കാലഘട്ടമാണ്. എല്ലാ ആളുകളുടെയും ഒരു വലിയ, കാരണം ജീവിത ചെലവ് കൂടാനായിട്ട് തുടങ്ങി, പഠിക്കാനായിട്ട് വിടുന്നതിൻ്റെ ചിലവുകൾ കൂടാനായിട്ട് തുടങ്ങി. തന്നെയുമല്ല, ഈ മാർക്കിലുള്ള അന്തരം
ഞാൻ മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ കുട്ടികളും നാട്ടിലെ കുട്ടികൾ. അതുകൊണ്ട് ഒരു അഡ്മിഷന് ചെല്ലുമ്പോൾ മാർക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ പുറകോട്ട് തള്ളപ്പെടുന്നൊരു കാലഘട്ടമുണ്ട്. എങ്കിലും കുറേ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ 90കളിൽ പുറത്തോട്ടൊക്കെ പോയി നേഴ്സിംഗ് ഒക്കെ പഠിച്ചു. കുറച്ച് പേര്, പ്രത്യേകിച്ച് ഈ തേർഡ് ഗ്രൂപ്പുകാർക്ക് നേഴ്സിംഗ് പഠിക്കാവുന്ന പല സംവിധാനങ്ങളും കേരളത്തിന് വെളിയിലൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ പലരും കുറച്ച് പേരൊക്കെ ഉപയോഗിച്ചു. അതെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ അവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടിയാണ്. പക്ഷേ കൃഷി വളരെയധികം നശിച്ച് വരുന്നൊരു കാലഘട്ടമാണ് നമ്മൾ 90കളിൽ കാണുന്നത്. പ്രത്യേകിച്ച് കുരുമുളക് കൃഷി താഴോട്ട് പോയി. പിന്നീട് ഒരു 2000 ഒക്കെ ആയപ്പോഴത്തേക്കും ആളുകൾ മറ്റ് കൃഷി സംവിധാനങ്ങളിലേക്കൊക്കെ മാറാൻ തുടങ്ങി. ചില സ്ഥലങ്ങളിലൊക്കെ കൊക്കോയും, ചുരുക്കം ചില സ്ഥലങ്ങളിൽ റബ്ബറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉൽപ്പാദനശേഷി റബ്ബറിൻ്റെ അത് വളരെ കുറവായിരുന്നു ഹൈ റേഞ്ചിൽ. കൊക്കോയൊക്കെ കുറച്ചൊരു താൽക്കാലിക ശാന്തിയായിട്ട് കൊക്കോയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു ഇടത്തര ആൾക്കാരെ പിടിച്ചു നിർത്തിയത് ഈ ആഴ്ചയിലൊരിക്കൽ കൊക്കോയിലൂടെ കിട്ടുന്ന ഈ ഒരു വരുമാനമാണെന്ന് തോന്നുന്നു ആ കാലഘട്ടങ്ങളിൽ. തീർച്ചയായിട്ടും ഇടത്തര ആളുകൾക്ക് ഒരു വരുമാനം കൊക്കോയുടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു കുടുംബം പുലരാനായിട്ട് ഇടയാകില്ല. പിന്നീട് വീണ്ടും ആളുകൾ കൊടികളെല്ലാം കേടായിപ്പോയി താഴെ വീടാനും വീണ്ടും ആളുകൾ കൊടിയിടാനായിട്ടൊക്കെ തുടങ്ങി. അത് കുറച്ച് കഴിയുമ്പോൾ പിന്നീട് അതിൻ്റെ വില ഭയങ്കര ഫ്ലക്ച്വേഷനാണ്, വില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു കുടുംബവും കാർഷിക വൃത്തിയിൽ നിന്ന് കാര്യമായിട്ട് രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90കൾ കഴിഞ്ഞ ശേഷം പ്രകാരം രക്ഷപ്പെട്ട കുടുംബങ്ങൾ വളരെ കുറവാണ്. അതിനു മുമ്പ് കുടുംബങ്ങൾക്ക് കാർഷിക വൃത്തി വലിയൊരു വരുമാന മാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ 2000 ഒക്കെ ആയപ്പോഴത്തേക്കും ചെറുപ്പക്കാർ ഈ മേഖലയിൽ നിന്ന് വളരെയധികം കുറഞ്ഞു. ചെറുപ്പക്കാർ ഈ നാട് വിട്ട് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് പേര് ബാംഗ്ലൂരേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് തുടങ്ങി. നമ്മൾ കാണുന്നൊരു കാഴ്ച, അങ്ങനെ പോയ ആളുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സാമ്പത്തികമായിട്ട് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടിട്ടുള്ള ആൾ. പിന്നീട് ഇവിടെ അവശേഷിച്ച ആളുകൾ, ഈ കാർഷിക മേഖലയിൽ അവശേഷിച്ച ആളുകളെ സംബന്ധിച്ച് പല പരിമിതികളുണ്ടായി. ഒന്ന്, കാലാകാലങ്ങളുണ്ടാകുന്ന ഈ ഭൂമി സംബന്ധമായ പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭം, അതുപോലെ തന്നെ സാമൂഹികപരമായ ചില അപകടങ്ങളുണ്ട്. നമ്മുടെ ഇടുക്കി മേഖലയിൽ എടുക്കുകയാണെങ്കിൽ ഒരു 35 വയസ്സിന് മുകളിൽ ഉള്ള ആളുകളിലെ വിവാഹിതരാകാത്ത ആളുകൾ നല്ല ഒരു 10,000-ൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. അതെല്ലാം ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം കാർഷിക മേഖലയിൽ വിവാഹങ്ങളുടെ നടക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. അത് കേരളത്തിൻ്റെ മലയോര മേഖലയിൽ എല്ലാം ഉണ്ടാകും. പക്ഷേ ഇടുക്കി എന്ന് പറയുന്നത് മറ്റ് പ്രദേശങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആദ്യ കാലഘട്ടം ആളുകൾ പോകാറില്ല. അത് ഈ ഭൂമിശാസ്ത്രപരമായ ഒരു, നമുക്കറിയാം, വനമെല്ലാം കഴിഞ്ഞ് ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. പക്ഷേ 2000-ത്തിലൊക്കെ ആളുകൾ പയ്യെ പോകാനായിട്ട് തുടങ്ങി. ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ വളരെ കുറവായിരുന്നു. പക്ഷേ എറണാകുളത്തേക്കൊക്കെ പോകാനും ജോലി ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രദേശം പിടിച്ചു നിന്നത് തന്നെ അങ്ങനെയുള്ള ഒരു ഇവിടെ നിന്നുള്ള ഒരു മൈഗ്രേഷൻ തുടങ്ങിയ ശേഷം. പുതിയ തലമുറയ്ക്ക് കാർഷിക മേഖലയെ വളരെ താല്പര്യം കുറവായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ. പക്ഷേ വളരെ ഭൂരിഭാഗം ആളുകളും, പഴയ ആളുകളെല്ലാം കൃഷിയാണ് തുടരുന്നത്. എങ്കിലും പുതിയ തലമുറയിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ആ മേഖലയിലുള്ളൂ. കാരണം കൃഷി കൊണ്ട് മാത്രം ഒരു കുടുംബം ഇന്നത്തെ രീതിയിൽ ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. പിതാവേ, ഇത് ആളുകളെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അതായത് കൃഷി കൊണ്ട് പറ്റുകയില്ല, അങ്ങനെ ഒരു സ്വരം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് കൃഷിയെ ഉപേക്ഷിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, പിതാവും അങ്ങനെയാണോ ചിന്തിക്കുന്നത്? കൃഷി കൊണ്ട് പറ്റില്ല എന്നാണോ പിതാവും ചിന്തിക്കുന്നത്? ഇന്നത്തെ രീതികളിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. കാരണം ഇന്നത്തെ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ നമ്മൾ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിന് ഉണ്ടാകുന്ന ഒരു ചെലവ് വളരെ ഭീമമാണ്. ചികിത്സാ ചെലവ് അത് വളരെ ഭീമമാണ്. കുട്ടികളുടെ പഠന ചെലവ് അത് വളരെ ഭീമമാണ്. പിന്നെ സംവിധാനങ്ങളെല്ലാം വർദ്ധിച്ചു. വീടുകളിലെ ചെലവ് വളരെ വർദ്ധിച്ചു. പണ്ട് ആളുകൾ ഒരു പശുവിനെ വളർത്തി അതിൻ്റെ പാലും ചാണകം ഉപയോഗിച്ചിരുന്ന ആളുകൾ ഇന്ന് പാല് മേടിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്, അത് ചാർജ് ചെയ്യണം. എല്ലാത്തിനും ചിലവ് വളരെ കൂടുതലാണ്. തന്നെയല്ല, സാമൂഹികപരമായിട്ട് മനുഷ്യൻ്റെ ജീവിതസ്ഥിതി ഡിമാൻഡ് ചെയ്യുന്നത് വേറെ പല കാര്യങ്ങളാണ്. അപ്പോൾ കൃഷിയിൽ നിന്ന് വരുന്ന തുച്ഛമായ വരുമാനം ആളുകൾക്ക് ഉപകാരപ്പെടുകയില്ല. പ്രത്യേകിച്ച് നമുക്ക് കുരുമുളക് കൃഷിയെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഒന്ന്, ഉൽപ്പാദനം വളരെ കുറവാണ്, അതിൻ്റെ വില താഴോട്ട് പോവുകയാണ്. ഇവിടെ ഏലമുള്ള സ്ഥലങ്ങളിൽ, ഏലത്തിന് വില കൂടുന്ന കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് വളരെ സന്തോഷവും അവരുടെ ജീവിത നിലവാരം വളരെ ഉയർന്നതുമാണ്. പക്ഷേ അത് ഏലത്തിൻ്റെ വില താഴോട്ട് പോയ 2-3-4 വർഷങ്ങൾ നമ്മൾ കണ്ടു. അപ്പോഴത്തേക്ക് ആളുകൾക്ക് വളരെ ദുരിതമായി. അതുകൊണ്ട് എൻ്റെ ഉത്തമമായ ബോധ്യം, ഇന്നത്തെ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ കൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾ ഒരു മാന്യമായ രീതിയിൽ ജീവിക്കാൻ അവർക്ക്
ബുദ്ധിമുട്ടാണ്. ഏ, ഈ നമ്മൾ ഈ ആദ്യകാലങ്ങളിൽ കൃഷി ഒരു ദൈവ വിളിയാണെന്നും കർഷക വൃത്തി, കാർഷിക വൃത്തി അതൊക്കെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു ജീവസന്ധാരണം, അങ്ങനെ ഒരു ചിന്ത മനുഷ്യരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയിൽ നിന്ന് വലിയ ലാഭമുണ്ടായില്ലെങ്കിലും ചെറിയ ലാഭങ്ങളൊക്കെ ആണെങ്കിൽ ആ കൃഷിയെ സ്നേഹിച്ചു പോകുമായിരുന്നു. ഇന്നും അങ്ങനത്തെ ഒരു വിളി ഇല്ലേ? കൃഷിക്കാരായി ജീവിക്കുക എന്നൊരു ദൈവവിളി ഇന്നും പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും കൃഷിക്കാരുടെ ആവശ്യമുണ്ട്. കൃഷിക്കാരായിട്ട് ജീവിക്കുക എന്നുള്ള ദൈവവിളിയുണ്ട്. നമ്മളതിനെ ഏത് ആംഗിളിൽ കാണുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബം പുലരുവോ എന്നുള്ള ചോദ്യം നമ്മൾ ഉയർത്തുമ്പോൾ നമുക്ക് കൃഷിക്കാരായിട്ട് മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം പുലരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കൃഷിയെ നമ്മൾ സ്നേഹിക്കണം, കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം, കൃഷിക്കാരെയും പ്രോത്സാഹിപ്പിക്കണം. കാരണം കാർഷിക മേഖലയിൽ നിന്നാണല്ലോ നമുക്ക് ഭക്ഷിക്കാനുള്ള വകകൾ കിട്ടുന്നത്. അതുപോലെ തന്നെ അത് പ്രകൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഈ ആവാസ വ്യവസ്ഥിതി നിലനിൽക്കുന്ന അനിവാര്യമാണ്. കൃഷിയെ തള്ളിക്കളയുകയല്ല, പക്ഷേ കൃഷി കൊണ്ട് മാത്രം ഒരു കുടുംബം മുന്നോട്ട് പോവുകയില്ല. ബാക്കി നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമല്ലോ. കൃഷി കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന കർഷകരെക്കുറിച്ച് ഇടയ്ക്കൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ട്. അത് എണ്ണം വളരെ കുറവാണ്. ബാക്കിയുള്ള ആളുകൾ കൃഷി കൊണ്ട് മാത്രമായിട്ട് ഒരു കുടുംബം പോകുന്ന കുടുംബങ്ങളുടെ എണ്ണം കുറവാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും പിതാവ് വളരെ പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. കാരണം മനുഷ്യരുടെ ജീവിത ചെലവുകൾ ഓരോ ദിവസവും ഏറി വരികയാണ്. പക്ഷേ കർഷകരുടെ തിരിച്ചുള്ള കാർഷിക വൃത്തിയിൽ നിന്നുള്ള വരുമാനം അത് വില തകർച്ചയായിട്ടും വിലയുടെ സ്ഥിരതയില്ലായ്മയായിട്ടും വിളവിൻ്റെ ലഭ്യതക്കുറവായിട്ടൊക്കെ ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. എങ്കിലും പിതാവ്, എനിക്ക് തോന്നുന്നു ഈ ചില സ്ഥലങ്ങളിലൊക്കെ യുവ കർഷകർ കയറി വരുന്നതായിട്ട് നമ്മൾ പത്രങ്ങളിലുമൊക്കെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ദീർഘകാല കൃഷിയോ ഹ്രസ്വകാല കൃഷിയോ അങ്ങനെ പല രീതികളിൽ ചിലർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും ഒക്കെ ഹൈറേഞ്ചിൽ അങ്ങനെ ചില സ്ഥലങ്ങളിൽ ചില യുവജനങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവരെ സർക്കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതുവിപണിയും ഒക്കെ ചിലരെ പ്രോത്സാഹിപ്പിക്കുന്നുമൊക്കെ ഉണ്ട്. അതിന് ധാരാളം ഫണ്ടിങ്ങും ഒക്കെ ഇന്നുണ്ടെന്നൊക്കെയാണ് പല തലങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. ശരിക്കും യുവജനങ്ങൾ റിസ്ക് എടുത്താണെങ്കിലും ഈ രംഗത്തേക്ക് യുവജനങ്ങൾ അവരുടെ സർഗാത്മകമായ കഴിവുകളോടെ കടന്നു വരണ്ടേ? തീർച്ചയായിട്ടും ഈ കൃഷിയോട് ആഭിമുഖ്യമുള്ള താല്പര്യമുള്ള യുവജനങ്ങൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം അവർക്കൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ താല്പര്യമുണ്ട്, പുതിയ കൃഷിരീതികൾ പരിശീലിക്കാനുള്ള ഒരു മനസ്ഥിതിയുണ്ട്. അങ്ങനെ നവീനമായ കൃഷിരീതികൾ പരീക്ഷിക്കുവാൻ താല്പര്യമുള്ള, ആ രംഗത്ത് കാലികമായ അറിവ് നേടാൻ താല്പര്യമുള്ള യുവജനങ്ങൾ ഈ രംഗത്തേക്ക് തീർച്ചയായിട്ടും കടന്നു വരണം. ഞാൻ പറയുന്നത് പരമ്പരാഗത കൃഷി സമ്പ്രദായങ്ങൾ ആളുകൾക്ക് ഗുണകരമല്ല. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അധ്വാനം കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉൽപ്പാദനം നടത്തുവാനും അതുപോലെ തന്നെ പ്രകൃതിക്ക് കോട്ടം വരുത്താതിരിക്കുവാനും കൃഷി കൊണ്ട് തന്നെ ഉപജീവനം നടത്താവുന്ന രീതിയിൽ പുതിയ ആധുനിക സംവിധാനങ്ങളുള്ള കൃഷി രീതികൾ വന്നെങ്കിൽ മാത്രമേ കർഷകർ രക്ഷപ്പെടുകയുള്ളൂ. ഈ വലിയൊരു വിഭാഗം കാർഷിക മേഖലയിലായിരിക്കുകയും അവർ ഈ പരമ്പരാഗത രീതികൾ തുടരുകയും ഈ വിലയെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന വിലയെയും അതുപോലെ കാലാവസ്ഥ വ്യതിയാനം എല്ലാം ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവരുടെ ജീവിതം വളരെ പ്രയാസമാണ്. തീർച്ചയായിട്ടും ചെറുപ്പക്കാരങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് വരുന്ന യുവ കർഷകർ പുതിയ രീതികൾ അവലംബിക്കുന്നത് കൊണ്ടാണ് അവർ മെച്ചപ്പെടുന്നത്. അതുകൊണ്ട് പുതിയ രീതികൾ ഗവൺമെൻറ് പരിശീലനം കൊടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ കർഷകരും പുതിയ വേദികളിലേക്ക് കടന്നു വരാനായിട്ട് ശ്രദ്ധിക്കണം. അഭിവന്ദ്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിലൂടെ വളരെ സരളമായ രീതിയിൽ സഭയുടെ സ്വരം, നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ സഭയുടെ സ്വരം എന്താണെന്ന് പിതാവ് നമ്മളോട് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. ഈ ചിന്തകൾ ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും പിതാവിൻ്റെ ഹൃദയം തുറന്ന ചിന്തകൾ നമ്മൾ ശ്രവിക്കും. അതുവരെ എല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി.